മറഞ്ഞിരിക്കാൻ സ്വയം ദേവി തീരുമാനിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം വള്ളികൾ വന്നതങ്ങ് മറയുകയാണ്. നമ്മൾ തൊഴുന്ന വിഗ്രഹം ഈ അഭിമുഖമായി പ്രതിഷ്ഠിച്ച വിഗ്രഹം. അടുത്ത് നിന്ന് വരുന്നത് കൈലാസയാത്രയാണ്. കൈലാസയാത്ര നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അതും ഒരു നിയോഗം എന്ന് തന്നെ പറയാം. 2013 ആദ്യത്തെ യാത്ര പോകുമ്പോൾ ഒരു മുന്നൊരുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കൈലാസത്തിലേക്ക് പോകണം, യാത്ര പ്ലാൻ ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടാകാതെയാണ് നമ്മൾ ഈ ഒരു സങ്കല്പത്തിൽ അദ്ദേഹം പോലും അറിയാതെ അവിടെ വന്നതാണെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അങ്ങനെ രണ്ട് പ്രതിഷ്ഠകൾ അവിടെ ഉണ്ട്. അവിടെ 2 പ്രതിഷ്ഠകളാണുള്ളത്. അത് കുളത്തിലാണ് പ്രതിഷ്ഠ. പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കാലശേഷം വള്ളികൾ വന്നതങ്ങ് മറയുകയാണ്. വള്ളികളെന്ന് പറയുന്ന ഒരു ജീവനുള്ള ചൈതന്യമാണ്. വെറുതെ മറയുകയല്ല ചെയ്യുക. തന്നെ വന്ന് മറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറഞ്ഞിരിക്കാൻ സ്വയം ദേവി തീരുമാനിച്ചതാണ്. മറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് സരസ്വതി സങ്കല്പം മറഞ്ഞാണിരിക്കുക. ഓക്കെ, സരസ്വതി സങ്കല്പം എന്ന് പറയുന്നത് അറിവാണ്. അറിവ് മറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നീ എന്നെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടതെന്നാണ്. വള്ളിപ്പടർപ്പുകൾക്കുള്ളിലുള്ള സരസ്വതി വിഗ്രഹമാണ്. അതാണ് യഥാർത്ഥത്തിൽ പനച്ചിക്കാടിൻ്റെ സങ്കല്പം. എന്നാണ് പനച്ചിക്കാട് എന്ന് പറയുന്നത്. നമ്മൾ തൊഴുന്ന വിഗ്രഹം ഈ അഭിമുഖമായി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ്. അത് 2 തരത്തിലാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ആദ്യം വരുന്ന ഒരാൾ നേരെ വരുന്നത് മുമ്പിലേക്കാണ്. അവിടെ വന്നവർക്കകത്ത് അറിയാം, ഈ വള്ളിയുടെ നേരെ മുമ്പിലാണ് നമ്മൾ ആദ്യം എത്തുക. പക്ഷെ പലർക്കും അത് മനസ്സിലാവില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആദ്യം അവിടെ താഴെ ഒരു ഓലക്കുട വെച്ചിട്ടുണ്ട്. ഈ ഓലക്കുടയിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിന് നേരെ പുറകുവശത്തായിട്ടുള്ള വള്ളിയുടെ ഉള്ളിലുള്ള ദേവിയെ നമ്മൾ ആ വള്ളിയാണ് തൊഴുക. വള്ളി നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. ആ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ദേവി നമ്മുടെ ഉള്ളിലെ അറിവാണ്. അവിടെ വരുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് ദേവിയെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഉള്ളിലാണ് എന്നാണ്. എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ എഴുത്തിനിരുത്താനൊക്കെ അവിടെ പോകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ എനിക്ക് ഇടയ്ക്ക് തൊഴാൻ പറ്റിയിട്ടില്ല. എൻ്റെ വാതിൽക്കൽ വരെ എത്താൻ പറ്റിയിട്ടുണ്ട്. അടുത്ത തവണ യാത്രയിൽ ഉറപ്പായും ക്ഷേത്രത്തിൽ കയറി തൊഴും, പ്രാർത്ഥിക്കും. അത് ഇപ്പം എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അത് തന്നെയാണോ ഈ സരസ്വതി ക്ഷേത്രത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് പനച്ചിക്കാവിലെ സരസ്വതി ക്ഷേത്രത്തെ പറ്റി ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. അതിനുള്ള സമയമായി. അതിനാണ് നിങ്ങളെ പരിചയപ്പെട്ടത്. ക്ഷേത്രങ്ങളിലേക്ക് ക്ഷണിക്കേണ്ടതല്ല, നമ്മളെ ഞാൻ ഉറപ്പായും സന്തോഷം. അവിടെ വെച്ച് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയാൽ ഏറ്റവും വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും. മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ തലമുറയുടെ ഒരു അവകാശി തന്നെ ഈ ഉൾപ്പെടുന്ന ഒരു സംഘം ഭാരതത്തിൻ്റെ സരസ്വതി പീഠത്തിലേക്കുള്ള യാത്രയ്ക്ക് മേൽനോട്ടം കൊടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഈ സരസ്വതി പീഠത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് യാത്ര പോകുന്ന കേരളത്തിൽ നിന്ന് നിങ്ങളുടെ അറിവിൽ? എന്നിടയ്ക്കൊരു കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. എൻ്റെ കൂടെ നമ്മൾ മുമ്പേ പറഞ്ഞെടുത്ത് കൊണ്ട് നിർത്താൻ ശങ്കരാചാര്യരുടെ ആ ഒരു പൂർത്തീകരണം ഇവിടെ വന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഇതിനകത്ത് വരെ. അത് നമുക്ക് ഇതിനകത്ത് ഇടയ്ക്ക് ചേർക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും അങ്ങനെയാണ്. ഇവിടെ ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക്, പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലേക്ക് സരസ്വതിയുടെ ആഗമനം ശങ്കരാചാര്യരുടെ നിയോഗത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ളതാണ് നമ്മളുടെ സങ്കല്പം. ആ ശങ്കരാചാര്യ നിയോഗം അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് കിഴപ്പുറത്തുനിന്ന് ഒരാളാകുമ്പോൾ ഞങ്ങളെല്ലാവരും കിഴപ്പുറത്തുള്ളവരൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു അടിമ കിടത്തുക എന്ന് പറയുന്ന ട്യൂഷനിലെല്ലാം അവിടെ കൊണ്ട് കിടത്തും. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോയാലും ഇതിനെ ചുറ്റിയാണ്. നമ്മുടെ കർമ്മബന്ധത്തിൻ്റെ വേരെപ്പോഴും അവിടെ തന്നെയാണ്. അതവിടെ തന്നെ അവിടെ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സങ്കല്പത്തിലുള്ള ആൾക്കാർ ഞങ്ങൾ ശരിക്കും ശങ്കരാചാര്യ സ്വാമികളെ കാണുന്നത് ഈ കാലടിയിൽ നിന്ന് കശ്മീരിലേക്ക് ഈ അവനവൻ്റെ ആ ഒരു സങ്കല്പം, ഈ സർവജ്ഞപീഠം വരെയുള്ള യാത്രകൾ നമുക്കറിയാമല്ലോ. അവിടെ വന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികളെ നമ്മൾ ശരിക്കും ഒരു യാത്രികനായിട്ടാണ് നമ്മൾ കാണാം. യാത്രികനാണ് ശരിക്കും. നമ്മൾ ശങ്കരാചാര്യ സ്വാമികളുടെ കഥകൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ശങ്കരാചാര്യ സ്വാമികളുടെ ദിഗ്വിജയ കഥ ആണ് നമ്മൾ എല്ലാവരും അറിയാം. പുറമേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദിഗ്വിജയത്തിൻ്റെ കഥകളാണ്. ഓരോരോ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഓരോ രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് ഇങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത ഓരോ യാത്രകളും അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരു ഒഴുക്ക് പോലെയാണ്. ഒരു നദി എങ്ങനെ ഒഴുകുന്നോ അതുപോലെയാണ് ചെയ്യുക. അങ്ങനെ ഈ യാത്രകളാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ യാത്ര. യാത്രകൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു സങ്കല്പമാക്കി എടുക്കാനും യാത്രകളുടെ ആ ഒരു സാഫല്യം ഞങ്ങൾ ഈ ഒരു നിലയിൽ കണ്ടെത്താനും കാരണം ഈ ആചാര്യസ്വാമികളുടെ ആ ഒരു ബന്ധം കൂടി ഉണ്ടെന്ന് പറയാം. സൂചിപ്പിക്കുമ്പോഴത്തേക്ക് ഈ ശാരദാ യാത്രയിലേക്കുള്ള ആ ബന്ധം പറയാനായിട്ട്. അടുത്തതായി പോകാൻ പോകുന്ന യാത്രാ പദ്ധതികൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മളുടെ പദ്ധതികൾ പുതുതായിട്ട് ഉള്ള യാത്രകൾ ഈ ഏറ്റവും അടുത്ത് തന്നെ വരുന്നത് കൈലാസയാത്രയാണ്. സെപ്റ്റംബർ 5-ാം തീയതി പുറപ്പെടുക, 19-ാം തീയതി തിരിച്ചു വരിക എന്നുള്ള നിലയിലാണ്. കൈലാസയാത്ര ഇത് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം 14-15 ദിവസമാണ് മൊത്തമായിട്ട് വേണ്ടി വരിക.
അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം മുന്നൊരുക്കങ്ങൾ ആവശ്യമുള്ളതാണ്. ചൈനയുമായിട്ടുള്ള ചൈനയുടെ പാർട്ടായിട്ടുള്ള ടിബറ്റിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റേതായ സാങ്കേതികമായ ധാരാളം ഈ പെർമിഷനുകളും ഒക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുവേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതാണ്. തിരുവോണത്തിന് നിങ്ങൾ പോവാണ് ഇവിടെ ഇല്ല? തിരുവോണം അന്ന് രാത്രിയാണ് പോകുന്നത്. അപ്പോൾ കൈലാസയാത്ര ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കതൊരു നിയോഗമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നതാണ്. 2013 ആദ്യത്തെ കൈലാസയാത്ര നടത്തുന്നത്. ഇതുപോലെ തന്നെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. ഈ യോഗ ട്രേൽസിന്റെ എത്രാമത്തെ കൈലാസയാത്രയാണ് ഈ പോകാൻ പോകുന്നത്? ഇതിപ്പോൾ നമ്മൾ 4ാമത്തെ യാത്രയാണ്. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ, ഈ വർഷത്തിൽ തന്നെ ആദ്യത്തെ കൈലാസയാത്ര ജൂലൈയിൽ പോയിരുന്നു. അത് ശ്രീജിത്തും അടങ്ങുന്ന ഒരു 20 പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് പോയത്. അപ്പോൾ അടുത്തതായിട്ടുള്ള കൈലാസയാത്രയുടെ ഒരു പ്രാധാന്യം ഇത് തന്നെയാണ്. കൈലാസയാത്ര നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്, അതും ഒരു നിയോഗമെന്ന് തന്നെ പറയാം. 2013 ആദ്യത്തെ യാത്ര പോകുമ്പോൾ ഒരു മുന്നൊരുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കൈലാസത്തിലേക്ക് പോകണം, യാത്ര പ്ലാൻ ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടാകാതെയാണ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഒരു യാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൽ 27 പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് പോകാൻ സാധിച്ചു. കൈലാസത്തിൻ്റെ വളരെ അടുത്ത് തന്നെയുള്ള, അതായത് നമുക്ക് തെക്കേ മുഖമായിട്ടുള്ള ദർശനിലും അതിൻ്റെ വടക്കേ മുഖത്തിലെ പരിക്രമണ പാതയിലൂടെ ഒക്കെ നമുക്ക് സഞ്ചരിക്കുക. കൈലാസം എന്ത്, നമ്മൾ പഴയ കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന കഥകളിലുള്ള കൈലാസ പർവ്വതം നമുക്ക് തൊട്ടടുത്ത് ദർശിക്കാനും അതിനെ നമസ്കരിക്കാനും പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് 100% ഭക്തി നിർഭരമായ ഒരു യാത്രയാണോ, അതോ അല്പം വിനോദത്തിനൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ യാത്രയിൽ നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് പലതരത്തിലാണല്ലോ നമ്മളുടെ ഉണ്ടാവുക. ക്ഷേത്രങ്ങളും ക്ഷേത്ര സങ്കേതങ്ങളും വിഗ്രഹങ്ങളും ആരാധനയുമായി ബന്ധപ്പെടുന്ന അത് ഒരു തലത്തിലൂടെ മാത്രമല്ല നമ്മൾ കാണുന്നതെല്ലാം. നമ്മുടെ യാത്രയിൽ ഞങ്ങൾ കാണുന്ന ഒരു ഫിലോസഫി തന്നെ ട്രാവൽ ട്രാൻസെൻഡ് എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മൾ കൊടുക്കുന്നത്. അതായത് യാത്രയിലൂടെ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ളൊരു സംക്രമണം, ഇതുണ്ടാകുന്നത് എന്ത് തരത്തിലുള്ള യാത്രയിലാണെങ്കിലും അതൊരു ട്രാൻസിഷനാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസെൻഡൻസ് ആണ്. അതിൽ നമുക്കൊരു മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ഔന്നത്യത്തിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഭക്തിയുടെ ഒരു ഭാവം തന്നെയാണ്. അപ്പോൾ ഈ യാത്രകൾ എല്ലാം തന്നെ അത്തരത്തിൽ തന്നെയാണ്. ക്ഷേത്രങ്ങളോ ക്ഷേത്ര സങ്കേതങ്ങളോ മാത്രമല്ല, നമ്മളിപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് പോലെയുള്ള ഹിമാലയത്തിലെ താഴ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും നമുക്ക് കിട്ടുന്നത് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. നമ്മളുടെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ഉണ്ടാവുക. ഇതെല്ലാം നമ്മൾ അത്തരത്തിലുള്ള യാത്രകളെല്ലാം തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന നവംബർ മാസത്തിൽ ഒരു ഭൂട്ടാനിലേക്ക് ഒരു യാത്ര ചെയ്യുന്നു. ഒരുപക്ഷെ ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഈ പറയുന്ന ആധ്യാത്മികത എന്താണ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്താണെന്നൊരു ചോദ്യം വന്നേക്കും. പക്ഷെ അതിലും നമ്മൾ കാണുന്ന അത്തരത്തിലുള്ളൊരു സ്പിരിച്വാലിറ്റി. അത് 11 ദിവസം എടുക്കും. ഭൂട്ടാനിൻ്റെ അത് എന്തുകൊണ്ടാണ് 11 ദിവസം ചോദിച്ചാൽ, ഭൂട്ടാനിൽ ഒരുപക്ഷെ 6-7 ദിവസം കൊണ്ട് പോയി കണ്ടുവരുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടാവാം. പക്ഷെ ഭൂട്ടാനിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അതൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഭൂട്ടാനിൻ്റെ ഒരു പ്രത്യേകത? നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തിന് ഒരു സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവമുണ്ടാവും, തനതായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടാവും. ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഭൂട്ടാൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ ലോകത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒന്ന്, അതായത് ഒരു വ്യക്തിയുടെ ഉപഭോക്തൃ സൂചികകളൊക്കെയാണ് നമ്മളിവിടെ എടുക്കുക. നമ്മുടെ എന്തുമാത്രം സാമ്പത്തിക വരുമാനം, GDP തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ അളക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന അളക്കുന്നത് അവിടുത്തെ ആ വ്യക്തികളുടെ സന്തോഷമാണ്. 100% സന്തോഷമുള്ള വ്യക്തികൾ ജീവിക്കുന്ന ഒരിടം എന്ന രാജഭരണത്തിൽ നിന്ന് ജനായത്ത ഭരണത്തിലേക്ക് മാറ്റിക്കൊടുത്തതിന് ശേഷവും തിരിച്ച് നിങ്ങൾ രാജാവ് തന്നെ ഭരിച്ചോളൂ എന്ന് അവിടുത്തെ ജനവിഭാഗം പറയുന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ളായിരിക്കുന്ന ആ ഒരു ബന്ധം എന്താണെന്ന് എനിക്ക് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ കോയമ്പത്തൂർ 3 ഭൂട്ടാനി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഭൂട്ടാനിൽ നിന്നുള്ള 3 പേർ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരാളിച്ചിരി അന്ന് കുറച്ച് ലഹരി പരിപാടിയൊക്കെ, കുറേ പേര് ഞങ്ങളുടെ കോളേജ് മേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ റിഞ്ചൻ നാംഗെ എന്ന് പറയുന്ന സുഹൃത്ത് നന്നായി പഠിക്കുന്ന, യൂണിവേഴ്സിറ്റിയിൽ തന്നെ നല്ല രീതിയിൽ റാങ്കൊക്കെ വാങ്ങിയ സുഹൃത്ത്. പക്ഷേ ഇവർ തിരിച്ചു പോയതിനു ശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം മിസ്സായിപ്പോയി എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരുപാട് സുഹൃത്തുക്കളുടെ സ്ഥലമാണ് ഈ ഭൂട്ടാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊരു സംഗതി, ഇപ്പോൾ സുഭാഷ് പറഞ്ഞ സംഗതി ഇതാണ്. അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള സമാധാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് തൃപ്തിയാണ് വേണ്ടത്. നമ്മൾ ഈ പുറമേ നമ്മൾ കാണുന്ന പലപ്പോഴും ഈ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കാണുന്ന പലതും മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡെക്സ് മുഴുവൻ വേറെ തരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ ശരിക്കും അവരുടെ ജീവിതത്തിൽ അവർ വളരെ സമാധാനമായിട്ടാണ്, ഒരു തൃപ്തരാണ്, ഒരു ഹാപ്പിയാണ്, അവർക്ക് പരാതികളൊന്നും ഇല്ല. അതാണ് എൻ്റെ കാര്യം. ഈ നമുക്കറിയാം, ഈ മലമടക്കിൽ താമസിക്കുന്നവർക്ക് കഷ്ടപ്പാടുകൾ ധാരാളം ഉണ്ടാവും. ഇതൊക്കെ എല്ലാ സുഖമൊന്നുമല്ല.
പക്ഷെ അവരത് കഷ്ടപ്പാടായിട്ട് എടുത്തിട്ടില്ല, അവരതിൽ തൃപ്തരാണെന്നുള്ളതാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും പോയി കാണാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം അതാണ്. നവംബറിൽ 11 ദിവസത്തെ യാത്രയാണ്. ഈ 11 ദിവസത്തെ യാത്രയിൽ നമ്മൾ ഭൂട്ടാന്റെ സാധാരണ പാരോയോ അല്ലെങ്കിൽ തിൻഫു, പുനാഖ പോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ ഈ ബുങ്താങ് അവരുടെ പ്രധാനമായിട്ട് കൾച്ചറൽ അവരുടെ സാംസ്കാരിക കേന്ദ്രം, നമ്മൾ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ ജീവിതം എന്താണ്, ആ ജീവിതത്തിൽ അവർ നടക്കുന്ന ആചാരങ്ങൾ എന്താണ് അവർക്ക് ഈ സംതൃപ്തി എന്ന് പറയുന്നൊരു ഒരു സൂചകം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അതൊന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ പോയി അവരുടെ ജീവിതശൈലിയിൽ അവരുടെ ആചാരങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസങ്ങൾ ഏതാനും ഒരു 3 ദിവസത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള വില്ലേജിൽ പോയി താമസിച്ച് അവരുടെ ജീവിതശൈലിയിൽ അവരോടൊപ്പം ആഹാരം കഴിച്ച് നമ്മൾ നിൽക്കാനാണ് താല്പര്യം. അവരുടെ ആഹാരമൊക്കെ കഴിച്ച് അവരുടെ അവിടുത്തെ ഹോം സ്റ്റേകളിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ അവര് വളരെ ഈ ആതിഥ്യമര്യാദയുടെ കാര്യത്തിൽ വളരെ പേരുകെട്ടവരാണ് ഭൂട്ടാനികൾ. ഭൂട്ടാനിലേക്ക് പോകാൻ നമുക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമില്ല. പാസ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വോട്ടർ ID എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. ഒന്നുകിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID ആണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നമ്മളിപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സിക്കിം പോലെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭൂപ്രകൃതിയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ആ ജയ്ഗോൺ എന്ന് പറയുന്ന ഇന്ത്യൻ ഭാഗവും അവിടുന്ന് ഒരു മതിലിനപ്പുറത്തേക്കുള്ള ഒരു കാനയ്ക്കപ്പുറം എന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം, ഫുൻഷുലിംഗ് എന്ന് പറയുന്ന ഈ ഭൂട്ടാൻ്റെ ആദ്യത്തെ നഗരവും തമ്മിൽ അജഗജാന്തരമാണ് അവിടുത്തെ വ്യത്യാസം. ഒന്ന്, ആ മനുഷ്യൻ അവരുടെ മനസ്ഥിതി വ്യക്തമാക്കുന്നത് പോലെ വളരെ ശാന്തമായിട്ട് ഹോണടികളില്ലാത്ത റോഡുകൾ, ഓവർടേക്ക് ചെയ്യുന്നില്ലാത്ത ഒരു ഗതാഗത സമ്പ്രദായം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ തൃപ്തിയാണ്. നമ്മൾ ഭൂട്ടാൻ്റെ പ്രത്യേകത തന്നെ ശ്രീജിത്ത് നേരത്തെ പറഞ്ഞു, ഒരു സംതൃപ്തിയുള്ള ജനതകളാണെന്ന്. ഈ സംതൃപ്തി ഉണ്ടാവുന്നത് 2-3 തരത്തിലാണ്. പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മളുടെ സംസ്കാരത്തിൽ, നമ്മളുടെ പൈതൃകത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസവും അതിനോടൊരു ബഹുമാനവും ഉണ്ടാവുക. പലപ്പോഴും ഈ നമുക്കൊക്കെ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഈ അധിനിവേശവും പലതും ഒക്കെ വന്നതിന് ശേഷം ആദ്യം ഒരു ജനതയെ കീഴടക്കാനായിട്ടുള്ളത് അവൻ്റെ ആത്മവിശ്വാസം നശിപ്പിക്കാൻ പറ്റുന്നത് അവൻ്റെ സംസ്കാരത്തെക്കുറിച്ചിട്ട് ഒരു അവബോധം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഒരുപക്ഷെ നമ്മുടെ ഭാരതീയ ഒരു സമ്പ്രദായത്തിലൊക്കെ പറ്റിപ്പോയതാണ്. ഈ ഒരേ അധിനിവേശങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നല്ലോ. ഇതൊക്കെ തന്നെ ബാധകമായിരുന്നു ഭൂട്ടാനെങ്കിൽ പോലും വളരെയധികം ആവേശത്തോടു കൂടി അവരുടെ പൈതൃകത്തെയും സംസ്കാരത്തെയൊക്കെ മുറുകെ പിടിക്കുന്നവരാണ് ഈ ഭൂട്ടാനികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൃപ്തി എന്ന് പറയുന്നത് ഭൂരിപക്ഷവും മതവിശ്വാസികളാണ് അവിടെ. ആ ഒരു സമ്പ്രദായം എന്താണ് അവർക്ക് ഇത്രയും റിസോഴ്സുകൾ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആധുനികമായിട്ടുള്ള വലിയ സൗകര്യങ്ങളുടെ കുറവുകൾ, അല്ലെങ്കിൽ വളരെ പ്രാകൃതമായിട്ടുള്ള ഈ മലമുടക്കിൽ താമസിക്കുന്നവർ എങ്ങനെ അവർക്കിത് ജീവിക്കാൻ സാധിക്കുന്നു, എങ്ങനെ നമ്മളുടെ ജനതയിലേക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ എങ്ങനെ ഇത് കൊണ്ടുവരുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ആ ഒരു ചിന്ത കൂടെ നമ്മൾ ഈ യാത്രയിൽ അന്വേഷിക്കുന്നുണ്ട്.